ഉള്ള സാഹചര്യവും സമയവും സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പലപ്പോഴും ആലോചിക്കുമെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ പിന്തിക്കുകയായിരുന്നു. അതിനിടയിലാണ് എന്നെ ദർസ് പഠിപ്പിച്ച ഉസ്താദിൻ്റെ അടുത്തുള്ള ശിഷ്യസംഗമം, അബ്ദുറഹ്മാൻ സഖാഫി പുതുപ്പറമ്പ് ഉസ്താദ് അവർകളടുത്ത് അവിടുത്തെ ശിഷ്യന്മാരൊക്കെ ഒരുമിച്ച് കൂടുന്ന സംഗമത്തിൽ ഉസ്താദ് നടത്തിയ ആ നസീഹത്ത് നൽകിയത് വലിയൊരു മോട്ടിവേഷനാണ്. ഉസ്താദിൻ്റെ സംസാരം എപ്പോഴും അങ്ങനെയാണ്, ഡൂ സംതിങ്, എന്തെങ്കിലുമൊക്കെ ചെയ്യൂ മക്കളെ എന്നുള്ള രീതിയിലാണ് എപ്പോഴും ഉസ്താദിനോട് സംസാരിച്ചിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഒരു സംസാരം കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രചോദനം വലിയൊരു ആവേശമാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാവണമെന്ന് അവിടുത്തെ ജീവിതം കൊണ്ട് നമുക്ക് നിരന്തരം കാണിച്ചു തന്നിരുന്നു. ഫത്ഹുൽ മൊയ്നിന് വളരെ സുന്ദരമായ രീതിയിൽ തഅലീഖാത്തുകളൊക്കെ ഉൾപ്പെടുത്തി നല്ല കെട്ടിലും മട്ടിലും പ്രസാധനം നടത്തി അത് മുതഅല്ലിമീങ്ങൾക്കൊക്കെ അത്രയേറെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിപണിയിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ ധാരാളം പുസ്തകങ്ങൾ, മോഡേൺ അറബിക്ക് ഒരു സമഗ്ര പഠനം ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങളും രചനകളൊക്കെ ആയിട്ട് എന്നെ ഏറ്റവും അതിശയിപ്പിച്ചതും പ്രചോദിപ്പിച്ചതും ഉസ്താദ് ഫത്ഹുൽ മൊയ്നിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരു ദിവസം പോലും ഇടവേളയില്ലാതെ, പെരുന്നാൾ പോലും അവധിയെടുക്കാതെ അവസാനം വരെ ഫത്ഹുൽ മൊയ്ൻ റെക്കോർഡ് ചെയ്ത് വീഡിയോ ആയി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ്. ഉസ്താദ് അങ്ങനെ ഒരു ഫീൽഡിലുള്ള ആളോ, ദർസിൻ്റെയും ഒരുപാട് ശിഷ്യന്മാർ, ദർസ്, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഉസ്താദിന് ഇത്തരം കാര്യങ്ങൾ സമയം കണ്ടെത്താൻ കഴിയുന്നു എന്നത് തന്നെ നമുക്ക് വലിയൊരു പ്രചോദനമാണ്. ആ ഉസ്താദിൻ്റെ ഇപ്രാവശ്യത്തെ സംഗമത്തിലുള്ള ചില വാക്കുകൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തന്നെ പറയുന്ന രീതിയിലായിരുന്നു. അതിൻ്റെ ചില ഭാഗങ്ങൾ കേൾക്കാം. അങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ എങ്ങനെ പറ്റും? ഇവൻ്റെ വാക്ക് മാത്രം തുറക്കാൻ പലപ്പോഴും മാത്രമല്ല, നമ്മളൊരു സംരംഭത്തിലേക്ക് കുറച്ചാൽ ഇങ്ങനെ പോയി നമുക്ക് ഒരുപാട് ഇരുമ്പ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളാരും മോശക്കാരില്ല. നമ്മളൊക്കെ ധാരാളം കാര്യങ്ങൾ പഠിച്ചു, പ്രത്യേകിച്ച് നമ്മളെ ദർസിൻ്റെ കാര്യങ്ങളുണ്ട്. നമ്മൾ എല്ലാ കിതാബും പരമാവധി തലം മുതൽ അവസാനം വരെ കൂടി പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു സംഗമം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അപ്പം ഞാൻ തീരുമാനിച്ചു, എന്തായാലും എന്തെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന വിധം, ഒരു പക്ഷേ വലിയ രീതിയിലൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ പിറകെയാണ് വീണ്ടും വീഡിയോകൾ ചെയ്തു തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് തുടരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ദുആ ചെയ്യുന്നു. എന്തായാലും നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ പഠിക്കാനും പഠിച്ചത് പകർത്താനും നമുക്കൊക്കെ ധാരാളം തൗഫീഖുകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.